കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് IPC 498A അല്ലെങ്കിൽ പുതിയതായിട്ട് പറയുന്ന BNS 85 and 86 പ്രകാരം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഭർത്താവിന് വിദേശത്തേക്ക് പോകുന്നതിനോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്തുമാത്രമല്ല, പലപ്പോഴും പോലീസിൻ്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനും നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ചില സ്റ്റേഷനുകളിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാറുണ്ട്. സോ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് ചില ആളുകൾ കേസ് വന്നു കഴിയുമ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കുന്നവരുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ സാധാ ജാമ്യം എടുക്കുന്നവരുണ്ട്. അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിലൊക്കെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ചില കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. കോടതിയുടെ ജുഡീഷ്യൽ പരിധി വിട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ സംസ്ഥാനം വിട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പാടില്ല, കോടതിയുടെ അറിവില്ലാതെ പോകാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആ പറയുന്ന കാര്യങ്ങളൊക്കെയും തെറ്റിച്ചുകൊണ്ട് ആരെങ്കിലും പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ക്യാൻസലായി പോകും എന്നുള്ളത് കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു നോൺ വയലബിൾ വാറൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ ജസ്റ്റ് ഈ കേസിൽ ഇപ്പോൾ എന്താണ്, ഒരു അക്യൂസ്ഡ് മാത്രമാണ്, കൺവിക്റ്റഡ് ആയിട്ടില്ല. സോ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിദേശത്താണ് ജോലി, വിദേശത്തേക്ക് പോകണം എന്നുള്ള അതിയായ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങളുടെ കോടതിയിൽ കേസ് നിൽക്കുന്നത് ആ കോടതിയിൽ നിങ്ങളൊരു അപേക്ഷ വയ്ക്കുക. അപേക്ഷ വയ്ക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജി നമുക്ക് എന്ത് ചെയ്തു തരും? താങ്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലെറ്റർ കിട്ടും. ആ ലെറ്ററും കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് കിട്ടും? പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലേ? സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.